വെൽക്കം ടു ഹെർബൽ ഹബ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇനി ആൻറ്റിജൻ ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ലാബിലൊക്കെ പോയി ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കോവിഡിൻ്റെ റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റ് എങ്ങനെയാണെന്നാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. സെൽഫ് ടെസ്റ്റ് കിട്ടാം, അതിനുള്ള കിറ്റാണ് ഇത്. ഇതിനകത്ത് എന്തൊക്കെ കണ്ടൻറ് ഉണ്ടെന്നാണ് ഇതിൽ കാണുന്നത്. അതിൻ്റെ വില 250 രൂപ എന്നതിൽ എഴുതിയിരിക്കണേ. നീതി മെഡിക്കൽ സ്റ്റോഴ്സിലൊക്കെ ആണെങ്കിൽ 215 റുപ്പീസിനൊക്കെ കിട്ടും കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആപ്പ് കൂടി ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. ഈ മൈലാബിൻ്റെ തന്നെ കോവിഷെൽഫ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ അതിൻ്റെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കൂടി ജനറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ സാധാരണ ആൻറ്റിജൻ ടെസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് അവിടെ നിന്ന് കിട്ടാറില്ല. അതുപോലെ ഒരു സർട്ടിഫിക്കറ്റ് കൂടിയും വല്ലയിടത്തേക്കൊക്കെ കാണിക്കണമെങ്കിൽ നമുക്ക് ഇത് ചെയ്തു എന്ന് കാണിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യണം. അപ്പോൾ അത് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ക്രിയേറ്റ് അക്കൗണ്ടാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനുള്ളിൽ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കേണ്ടി വരും. ഫുൾ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ ഏജ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. ആധാർ നമ്പറൊക്കെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഫില്ല് ചെയ്താൽ മതി, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. നമുക്കിനി സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. ജസ്റ്റ് നമുക്ക് ഈ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് ടെസ്റ്റ് ചെയ്താൽ മാത്രം മതി. ഇനി ഈ ആപ്പിൻ്റെ ഡൗൺലോഡോ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഇത് മാത്രം ചെയ്താൽ മതി, പ്രൊസീജിയർ മാത്രം ചെയ്താൽ മതി. അതിന് ആപ്പിൻ്റെ സഹായമൊന്നും പ്രത്യേകിച്ച് ആവശ്യമൊന്നും വരുന്നില്ല. ഇതിൻ്റെ അകത്ത് നമ്മളൊരു പാസ്വേഡൊക്കെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ തന്നെ ക്യാപ്സ് ലോക്കൊക്കെ അടിച്ച് പാസ്വേഡ്, എന്നിട്ട് ഇത് ലോഗിൻ ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ 10 ഡിജിറ്റ് നമ്പറും എൻ്റർ ചെയ്യണം. പിന്നെ ഒരു പാസ്വേഡ് നമ്മൾ എന്താ കൊടുത്തിരിക്കണമെന്ന് വെച്ചാൽ ആ പാസ്വേഡും. അങ്ങനെ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ ന്യൂ ടെസ്റ്റ് റിപ്പോർട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഫോൾഡറിലേക്ക് എത്തും. ആ ന്യൂ ടെസ്റ്റാണ് നമ്മളതിൽ സെലക്ട് ചെയ്യേണ്ടത്. ന്യൂ ടെസ്റ്റിൽ എടുക്കുന്നത് സെൽഫ് ടെസ്റ്റ് എടുക്കണം. സെൽഫ് ടെസ്റ്റിൽ നമുക്ക് അവർ ടെസ്റ്റ് പ്രിപ്പയർ ചെയ്യണത് എങ്ങനെയാണ് അതൊക്കെ അവർ ഇങ്ങനെ ഒരു എഴുതിയിട്ടുണ്ടാവും. നമുക്ക് കൃത്യമായിട്ട് എങ്ങനെ പാക്കറ്റ് പൊളിക്കേണ്ടത് അതൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും. അതൊന്നും അല്ലെങ്കിൽ നമുക്കൊരു ഏകദേശം ഐഡിയ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലൊരു ബുക്ക്ലെറ്റ് ഉണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള കണ്ടൻസ് നമുക്ക് ആദ്യം കാണാം കേട്ടോ. അപ്പോൾ കണ്ടൻസ് ഞാൻ കാട്ടിത്തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇതിൻ്റെ ഉള്ളിലുള്ള ബുക്ക് വെച്ചിട്ട് നമുക്ക് എല്ലാം, ഈ ഒരു ബുക്ക് കണ്ടോ, ആ ബുക്ക് വെച്ചിട്ട് തന്നെ നമുക്ക് എല്ലാതും ഇതിൻ്റെ ഉള്ളിലുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നും അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒരു പ്രീഫിൽഡ് ആയിട്ടുള്ള ഒരു ട്യൂബ് ഉണ്ടാവും, പിന്നെ ഒരു ടെസ്റ്റ് കിറ്റ് ഉണ്ടാവും. അതിൻ്റെ അകത്ത് ടെസ്റ്റ് കാർഡ് എന്നാണ് പറയണത് അതിനെ, കോവിഷെൽഫിൻ്റെ ടെസ്റ്റ് കാർഡ്. പിന്നെ ഒരു ഡിസ്പോസിബിൾ ബാഗ് ഉണ്ടാവും. പിന്നെ നമ്മുടെ സ്വാബ്, നീസൽ സ്വാബ് ഉണ്ടാവും. ഒരു കളക്ഷൻ്റെ സ്വാബ് ചെയ്യുന്ന സാധനം, അത് ഒരു ബഡ് പോലത്തെ സാധനം, ഇയർ ബഡ് പോലെ ഒത്തിരി നീളത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ആൻറ്റിജനൊക്കെ ചെയ്തിട്ട്. ഇനി ആ ആപ്പിൻ്റെ അകത്ത് കുറച്ച് സാധനം കൂടി ഫില്ല് ചെയ്യാനുണ്ട്. പേഷ്യൻ്റ് ഡീറ്റെയിൽസ്, അതായത് എന്നാണ് വാക്സിൻ എങ്ങാനും എടുത്തിട്ടുണ്ടോ, സിംറ്റമാറ്റിക് ആണോ അസിംറ്റമാറ്റിക് ആണോ, വല്ല മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. ടെസ്റ്റ് കാർഡ് എങ്ങനെയാണെന്ന് കണ്ടില്ലല്ലോ, അപ്പോൾ അതെന്താണെന്ന് കാണാം കേട്ടോ. നമുക്കത് ഒന്ന് പൊളിച്ച് നോക്കാം അതിൻ്റെ അകത്ത് എന്താണെന്നുള്ളത്. ഒരു QR കോഡ് അടക്കമുള്ള ഒരു ടെസ്റ്റ് കാർഡ് കിട്ടും. ഒരു CT എന്നൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. C എന്ന് പറഞ്ഞാൽ കൺട്രോൾ ലൈൻ, T എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ലൈൻ. ഇതിനെല്ലാം മുമ്പ് നമ്മൾ നന്നായി ഹാൻഡ് വാഷ് ചെയ്തിട്ട് സാനിറ്റൈസ് ചെയ്തിട്ടുണ്ടാവണം. അതിന് മുമ്പ് എല്ലാ സാധനങ്ങളും അവിടെ നമ്മൾ നിരത്തുന്നതിനായിട്ട് മുമ്പ് ടേബിളും അതൊക്കെ സാനിറ്റൈസ് ചെയ്തിട്ടുണ്ടാവണം. നേസൽ സ്വാബിൻ്റെ ടെയിൽ എൻഡിൽ, ആ ബഡല്ലാത്ത ഭാഗം, ആ എൻഡിൽ പിടിച്ചിട്ട് വേണം ഇപ്പോഴും അത് പൊളിക്കാൻ. അതല്ലാണ്ട് അതിന് മുമ്പ് അത് പാക്കറ്റ് പൊളിച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ കണ്ടാമിനേറ്റഡ് ആണ്. ആ എക്സ്ട്രാക്ഷൻ ട്യൂബിൻ്റെ ആ പാക്കറ്റ്, പ്രീഫിൽഡ് ആയിട്ടുള്ള എക്സ്ട്രാക്ഷൻ ട്യൂബിൻ്റെ ആ പാക്കറ്റ് എടുത്തിട്ട് അത് പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ട്യൂബ് ഒന്ന് ടാപ്പ് ചെയ്യണം. 4-5 ടൈം ടാപ്പ് ചെയ്തിട്ട് നമ്മളത് ഒന്ന് വെർട്ടിക്കലി വെക്കണം. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ നേസൽ സ്വാബ് കളക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ സ്വാബ് കളക്ട് ചെയ്യേണ്ട സമയമാകുമ്പോൾ മാത്രമാണ് ആ പാക്കറ്റ് പൊളിക്കണേ. എന്നിട്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതേന്ന് വെച്ചാൽ ടെസ്റ്റ് ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് ഇത് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ നോസിൻ്റെ ഉള്ളിലോട്ട് ഓരോ നോസ്ട്രിൽസിൻ്റെ അകത്തോട്ടേക്ക് ഇങ്ങനെ മെല്ലെ ജെൻറ്റിലായിട്ട് കയറ്റിയിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. ഒരു 5-6 ടൈം ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിലേക്ക് സ്വാബ് കളക്ട് ചെയ്യാൻ പറ്റും. 2 നോസ്ട്രിൽസിൻ്റെ അകത്തോട്ടും നമ്മൾ ചെയ്യണം. അങ്ങനെ കളക്ട് ചെയ്ത സ്വാബ് നമ്മൾ ഡയറക്റ്റ് നമ്മൾ വേഗം അതിൻ്റെ ഉള്ളിലേക്ക് എക്സ്ട്രാക്ഷൻ ട്യൂബിൻ്റെ അകത്തിലേക്ക് ഇടണം. എന്നിട്ട് അത് ഒരു 10 to 12 ടൈംസ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യിക്കുക അതിൻ്റെ ഉള്ളിലിട്ടിട്ട്. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എൻഡ് ഉണ്ട്, ഡിപ്രഷണൽ എൻഡ് ഉണ്ട്. ആ എൻഡ് വെച്ചിട്ട് അത് കട്ട് ചെയ്ത് അതൊന്ന് ബ്രേക്ക് ചെയ്യണം. ആ ബ്രേക്ക് പോയിന്റിൽ ഒരു 10 to 12 ടൈംസ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യണം കേട്ടോ. അത് കഴിയുമ്പോൾ ആ നോസി ക്യാപ്പ് വെച്ച് നല്ല ടൈറ്റായിട്ട് അത് അടച്ച് വെക്കണം. അടച്ച് വെച്ചിട്ട് നമ്മൾ പിന്നെ ആ ടെസ്റ്റ് കാർഡ് എടുക്കുക. ടെസ്റ്റ് കാർഡിൻ്റെ അകത്ത് ഇതിൻ്റെ ഒരു ഡ്രോപ്പ് 2 ഡ്രോപ്പ് ഒഴിച്ച് കൊടുക്കുക. അത് കഴിയുമ്പോൾ അതിലേക്ക് ഇങ്ങനെ ടെസ്റ്റ് ലൈൻസ് വന്ന് നിൽക്കും. അപ്പോൾ നമ്മളത് കഴിയുമ്പോൾ അലാറം സെറ്റ് ചെയ്യണം ഫോണിൻ്റെ അകത്ത്. 2 ഡ്രോപ്പ് ഒഴിച്ച് കഴിഞ്ഞ് 15 മിനിറ്റ് അലാറം അതിൻ്റെ ഉള്ളിൽ തന്നെ സെറ്റ് ആയിട്ടുണ്ടാവും. മൈലാബിൻ്റെ ആപ്പിൻ്റെ അകത്ത് അലാറം സെറ്റ് ചെയ്യാനുള്ളതുണ്ട്. നമ്മളതിൻ്റെ അകത്ത് QR കോഡില്ലേ, കോഡ് അതൊക്കെ നമ്മൾ അതിൽ സ്കാൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലേ നമുക്ക് സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യാൻ നമ്മുടെ ഈ സ്പെസിമെൻ എടുക്കാൻ പറ്റുള്ളൂ. 2, 1 അലാറം അടിച്ചോ. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ശരിക്കും ഇതിൽ ലൈന് വരും കേട്ടോ. അത് കറക്റ്റായിട്ടാണ് ചെയ്തതെങ്കിൽ. അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ പിക്ക് എടുക്കണം.
അതിലിപ്പോൾ ഇത് നെഗറ്റീവ് ആയിട്ടുള്ള റിസൾട്ടാണ് ഇപ്പോൾ കാണുന്നത്. അത് സി എന്ന് പറഞ്ഞ ലൈനിൽ മാത്രമാണ് ഒരു ലൈൻ വന്നു വെച്ചാൽ നെഗറ്റീവ് റിസൾട്ടാണ്. ഇനി പോസിറ്റീവ് വന്നാൽ എങ്ങനെയാണെന്ന് കാട്ടിത്തരാം കേട്ടോ. ഇതിൻ്റെ പിക്ക് എടുത്തതൊക്കെ നമ്മൾ മെയിനായിട്ട് ആ സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ പിക്ക് എടുത്ത് സ്കാൻ ചെയ്ത് QR കോഡ് ഒന്നുകൂടി സ്കാൻ ചെയ്യണം. അതിൻ്റെ QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്കപ്പോൾ ആ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ നമ്മളത് വെർട്ടിക്കലി പൊസിഷനിൽ വെച്ചിട്ട് വേണം സ്കാൻ ചെയ്യാൻ. അങ്ങനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഡിസ്പോസ് ചെയ്യാം. അത് നല്ല പാക്കറ്റിലകത്ത് ഇട്ടിട്ട് അത് ഡിസ്പോസ് ചെയ്യണം. അതിൻ്റെ ഇടയിൽ നമ്മൾ നോക്കുമ്പോൾ ടെസ്റ്റ് റിസൾട്ട് നെഗറ്റീവ് എങ്ങനെയാണ് പോസിറ്റീവ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ ടെസ്റ്റ് എന്തായാലും നെഗറ്റീവ് ആണ്. എന്നിട്ട് അതിൻ്റെ ജനറേറ്റ് ചെയ്താണ് റിസൾട്ട് ജനറേറ്റ് ചെയ്യണത്. ഇതും ഡീറ്റെയിൽ റിപ്പോർട്ട് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് വ്യൂ ഡീറ്റെയിൽ റിപ്പോർട്ട് അത് ഷെയർ ചെയ്യാനും പറ്റും. ഞാനിപ്പോൾ ഇത് എൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ടാണ് ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ ആ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് എന്തായാലും ഷെയർ ചെയ്യാൻ ചോദിച്ചിട്ട് അത് ഞാൻ PDF ഫോൾഡറിലാക്കിയിട്ട് അത് ഞാൻ എൻ്റെ അനിയത്തിയുടെ വാട്സപ്പിൽ ഷെയർ ചെയ്ത് കൊടുത്തു. അത് കഴിയുമ്പോൾ അതിലെ റിപ്പോർട്ട് ശരിക്കും നമുക്ക് കോവിഡിൻ്റെ ടെസ്റ്റ് ആൻറ്റിജൻ ചെയ്ത് കഴിഞ്ഞാൽ റിപ്പോർട്ട് കിട്ടില്ല. അതുപോലെ അതിൻ്റെ കൂടെ നമ്മുടെ സാമ്പിളും അതിൻ്റെ അകത്തുള്ള ടെസ്റ്റിൻ്റെ കാർഡിൻ്റെ ആ ഫോട്ടോയും ഉണ്ടാവും. എന്നിട്ട് ഒറിജിനൽ ഫയൽ ഞാൻ വാട്സപ്പിൽ സെൻഡ് ചെയ്ത് കൊടുത്തു. ഇത് ബയോഹസാർഡ് വേസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഡിസ്പോസബിൾ ബാഗിൽ തന്നെ എല്ലാം ഇട്ടിട്ട് നമ്മളെല്ലാം യൂസ് ചെയ്ത എല്ലാ സാധനം വേസ്റ്റ് ഇട്ടിട്ട് വേണം അത് നമ്മൾ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി പോസിറ്റീവ് ആയിരുന്നെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. പോസിറ്റീവ് റിസൾട്ടിലാണെങ്കിൽ കൺട്രോൾ ലൈനിലും ടെസ്റ്റ് ലൈനിലും ഓരോ വര വന്നിട്ടുണ്ടാവും. 2 ലൈൻസ് ഉണ്ടാവും അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ. പിന്നെ ഒരു ഫെയിൻ്റ് ആയിട്ടുള്ള ലൈനാണെങ്കിൽ കൂടിയും അതും പോസിറ്റീവായിട്ടാണ് കണക്കാക്കുക. ഇതൊക്കെ ഒരു 15 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ കാണണം കേട്ടോ. 20 മിനിറ്റ്സിന് എബോവ് ആയിട്ടുള്ള സമയത്താണ് ലൈൻ വന്നതെന്ന് വെച്ചാൽ അത് കൂട്ടില്ല. അതിന് താഴെയുള്ള സമയത്തിനുള്ളിൽ എപ്പോൾ ലൈൻ വന്നാലും അത് പോസിറ്റീവായിട്ട് കണക്കാക്കും. വാലിഡ് ആയിട്ടുള്ള ടെസ്റ്റ് റിസൾട്ട് ആണെങ്കിൽ അതിൻ്റെ അവിടെ Tയുടെ ലൈനിൻ്റെ അവിടെ ആയിരിക്കും ഒരു ലൈൻ വന്നിട്ടുണ്ടാവുക. മറ്റേത് C ലൈനിൻ്റെ അവിടെയായിരുന്നു ഒരു ലൈൻ വന്നിട്ടുള്ളത്. അത് നെഗറ്റീവ് റിസൾട്ട്. T എന്ന് മാർക്ക് ചെയ്തോടെയാണ് ലൈൻ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ആ ടെസ്റ്റ് ഇൻവാലിഡ് ആയി പോയിട്ടുണ്ട്, നമ്മൾ ചെയ്തത് ടെസ്റ്റിൽ എന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ മാക്സിമം ആളുകൾക്ക് ഇത് ഷെയർ ചെയ്തോളൂ കേട്ടോ.